ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ തൃശ്ശൂർ ഡി.സി.സിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്, തലവേദന സൃഷ്ടിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. സന്ദീപ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു, തൃശ്ശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നൊക്കെയാണ് വാർത്തകൾ. ഇതേക്കുറിച്ച് സന്ദീപിനോട് നേരിട്ട് സംസാരിച്ച് അല്ല ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഈ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDF-ൽ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ സന്ദീപ് വാര്യർ? അവിടെ ഇങ്ങനെ പുകഞ്ഞ് തുടരുകയാണോ സന്ദീപ് വാര്യർ? ഈ കോൺഗ്രസിനുള്ളിലെ മറ്റൊരു രാഹുൽ മാങ്കൂട്ടമാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹം എന്നും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയും കുറച്ചുനാൾ BJP തന്നെ അദ്ദേഹത്തെ പുറത്തിരുത്തിയിരുന്നല്ലോ. ആ പുറത്തിരുത്തിയിരുന്ന നേതാവിനെ വീണ്ടും പലരും മുതിർന്ന നേതാക്കൾ തന്നെ സംസാരിച്ചു, ഒരു യുവ നേതാവല്ല അങ്ങനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കരുതെന്ന് സുരേന്ദ്രനോട് സംസാരിച്ചാണ് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിൽ എത്തിച്ചതെന്ന് ഒരു ചർച്ചയെല്ലാം ഇടക്കാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പാലക്കാട് സീറ്റ് പ്രതീക്ഷിച്ച് നടക്കുകയും പിന്നീട് കൃഷ്ണകുമാറുമായി തെറ്റുകയും ചെയ്തു. ഈ കൃഷ്ണകുമാറിനെ അദ്ദേഹം ഇപ്പോൾ 2 ദിവസം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ സൂചിപ്പിക്കുന്നത് പാൽ സൊസൈറ്റി നേതാവാണ്. അത്രയേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ നിലവാരം. മറ്റ് നേതാക്കളെ അപമാനിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി. ഇപ്പോൾ BJP വിട്ടതിന് ശേഷം നാം ഇദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകൾ പരിശോധിച്ചാൽ അറിയാം, ഏത് നേതാവ് വന്നാലും ആ നേതാവിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇടക്കാലത്ത് നമുക്കറിയാം, ഈ ഗോപാലകൃഷ്ണനും സന്ദീപ് വാര്യറും തമ്മിലുള്ള ഈ ചർച്ചയിൽ അദ്ദേഹം ഈ ഗോപാലകൃഷ്ണന്റെ മകളുടെ വിവാഹ കാര്യമെല്ലാം സംസാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല നേതാക്കളും, ഈ പ്രായമുള്ള നേതാക്കൾ വരുമ്പോൾ പറയുക, ആ പ്രഷർ കൂടും, നിങ്ങൾ ഗുളിക എന്താ കഴിച്ചില്ലെന്ന്. ഇയാൾ എന്താണ് 100 വയസ്സ് വരെ ജീവിക്കാനാണോ ഇയാളെ പ്ലാൻ? ഇയാൾക്ക് വയസ്സാകില്ലേ? ഇയാൾക്ക് ഈ രോഗങ്ങളൊന്നും വരില്ലേ? അങ്ങനെ, കാരണം ചർച്ചയിൽ സംസാരിക്കാൻ ഇദ്ദേഹത്തിന് വോയിസില്ല. കാരണം നിലപാടില്ലാത്തൊരു മനുഷ്യനാണ്. അവിടെ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയാണ്. രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയനെ വിളിക്കുന്നത് അറിയാലോ, വിജയ. അതോടൊപ്പം തന്നെ കരുണാകരന്റെ ഭാര്യയെ അപമാനിക്കുക. ഇദ്ദേഹം മാത്രമാണ് ഈ കേരളത്തിലെ ഏറ്റവും തികഞ്ഞ വ്യക്തി. ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെല്ലാം ഇദ്ദേഹത്തിന്റെ അടിമകളായി കാണുന്നതാണ്. അങ്ങനെ കോൺഗ്രസിൽ നിന്നും അങ്ങനെ BJP-യിൽ നിന്നും ഇത്തരം പ്രസ്താവനകളുമായി രംഗത്ത് വരുന്ന ഒരു നേതാവാണ് ഈ സന്ദീപ് വാര്യർ. അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ് നല്ലത്. അദ്ദേഹം ഇറങ്ങിപ്പോയതിനു ശേഷം ആ ഓഫീസ് തന്നെ മിക്കവാറും അവർ ചാണകം ഒഴിച്ച് കഴിയുകയാണ്. കാരണം BJP-യുടെ നേതാക്കളെ പരിശോധിക്കാം, രാജഗോപാൽ, അതോടൊപ്പം തന്നെ കുമ്മനം അടക്കമുള്ള നേതാക്കളെയാണ് ജനങ്ങൾ പലതവണ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും ഇത്രയും അഗ്രസീവായി പ്രതികരിക്കുമെങ്കിലും ബാക്കിയുള്ളവരെ വേദനിപ്പിക്കാറില്ല, അല്ലെ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഓവറായില്ല. ഒഴിവാക്കും. ഇപ്പോൾ അദ്ദേഹം BJP-യിൽ നിന്നപ്പോഴും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ പോയപ്പോഴും ഇതേ നിലപാടാണ്. BJP-യിൽ നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും ഇത്രയും വ്യക്തിപരമായി വിമർശിക്കുക, അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ കോൺഗ്രസിൽ വന്നപ്പോൾ BJP നേതാക്കളെ വിമർശിക്കുക, അവരെയല്ല ശങ്കുട്ടി ദാസിനെ വ്യക്തിപരമായി വിമർശിക്കാൻ ശ്രമിക്കുക, സന്ദീപ് വചസ്പതിയെ വ്യക്തിപരമായി വിമർശിക്കാൻ ശ്രമിക്കുക. ഇദ്ദേഹം രാഷ്ട്രീയം പറയാൻ കഴിവില്ലെങ്കിൽ അദ്ദേഹം പാൽ സൊസൈറ്റിയിലേക്ക് പോകുക തന്നെ. ഇദ്ദേഹമാണ് പാൽ സൊസൈറ്റി പോകുള്ളത്. വീട്ടിൽ 5-6 പശുവിനെ വാങ്ങി വളർത്തി ജീവിച്ചു പോകുന്നതാണ് ഇദ്ദേഹത്തിന് നല്ലത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ മാൻഡ്രിക്കിനെ ബാധിച്ചിരിക്കുന്നത് തൃശ്ശൂർ DCC ആണ്. തൃശ്ശൂരിൽ വന്ന് ഇദ്ദേഹം ഇടക്കാലത്ത് പ്രസംഗിക്കുകയുണ്ടായി. ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്, ഞാൻ ഇവിടെ മത്സരിക്കാൻ, താങ്കൾ വരുമെന്ന്. അങ്ങനെ മത്സരം പ്രഖ്യാപിക്കാൻ ഇയാൾ ആരാണ്? 2 ആഴ്ച മുമ്പ് കോൺഗ്രസിൽ വലിഞ്ഞു കയറി വന്നിട്ട് അങ്ങനെ പ്രഖ്യാപിക്കാൻ എന്താ? കോൺഗ്രസിന് അവിടെ നേതാക്കളില്ലേ? അവിടെ എത്ര നേതാക്കളുണ്ടോ? ഒന്നാമത് തന്നെ കോൺഗ്രസ് നേതാക്കൾ വിചാരിക്കും അവിടെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ തമ്മിലടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം, തമ്മിലടി രൂക്ഷമായി അവിടുത്തെ DCC പ്രസിഡന്റിനെ തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘടകത്തിൽ പോയാണ്, ഒരു പാർട്ടി മേഖലയിൽ പോയാണ് ഇത്തരം മണ്ടത്തരങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നത്. ഇദ്ദേഹം മത്സരിച്ചാൽ ഉറപ്പായി തന്നെ അവർക്കറിയാം, ഇദ്ദേഹം മത്സരിക്കാതെ മറ്റൊരു നേതാവ് മത്സരിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായി ത്രികോണ മത്സരം ഉണ്ടാകും. അപ്പോൾ ഏത് പാർട്ടിക്കായാലും വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹം അവിടെ മത്സരിക്കാൻ വരികയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് അറിയാം BJP തോൽക്കും, അല്ലെ? BJP തന്നെ പറയും, ഞങ്ങൾ ജയിക്കുന്നില്ല, CPM വിജയിച്ചോട്ടെ എന്നൊരു തീരുമാനത്തിലെത്തും. ആ രീതിയിൽ ആ സീറ്റ് നഷ്ടപ്പെടുത്താൻ അവരും ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് ഈ സന്ദീപ് വാര്യറിനെ എതിർക്കും പോലെ ഇനി ഇദ്ദേഹവും അവിടെ നിന്ന് പാർട്ടി വിടാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് അറിയില്ല. സന്ദീപ് വാര്യറിനെ എതിർക്കുന്നവർ പറയുകയാണ്, ഇദ്ദേഹം കസേര വാരിയില്ലെന്നല്ലേ പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് കസേര കിട്ടാത്തത് കൊണ്ടാണ് പാർട്ടി വിട്ടതെന്നാണ് പറയുന്നത്. അത് ഒരു പരിധിവരെ അന്ന് ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അന്നൊരു പാർട്ടി സമ്മേളനം നടക്കുന്നു, ആ പാർട്ടി സമ്മേളനത്തിന് ഇദ്ദേഹത്തെ ഇരുത്തിയില്ലെന്നാണ്
പലരും വിമർശിക്കുന്നത്. അത് കൃഷ്ണകുമാർ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കഷ്ടകാലമാണ്. ഒരു ഭാഗത്ത് പാലോട് രവി അടക്കമുള്ള നേതാക്കൾ, ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കഥകൾ, മറ്റൊരു ഭാഗത്ത് സന്ദീപ് വാര്യറിന്റെ സീറ്റ് മോഹം. അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം എനിക്ക് തോന്നുന്നു മലബാർ കേന്ദ്രീകരിച്ചാണെന്ന് തോന്നുന്നു ഈ പ്രശ്നങ്ങൾ കൂടുതലും. അല്ല, ഇവിടെ ഉണ്ടല്ലോ പാലോട് രവി അടക്കമുള്ള നേതാക്കളുണ്ടല്ലോ, അത് ഇപ്പോൾ കേരളം മുഴുവനായി തന്നെയാണ്. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോട് തന്നെയാണ് ഉണ്ടായത്. നമുക്കിത് എന്താ 2019 കാലത്ത് തന്നെ പരിശോധിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ശേഷം അവർ വീണ്ടും ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ആ സമയത്ത് കോവിഡ് വരികയാണ്. കോവിഡ് വന്നതിന് ശേഷം അവർ അധികാരത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അതിന് സമാനമായ ഒരു നീക്കമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ അതിനുശേഷം വരുന്നത് വിവാദങ്ങളിൽ ഉലയുകയാണ് കോൺഗ്രസ്. വി ഡി സതീശൻ അടക്കമുള്ളവർ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാ കാലത്തും മാധ്യമങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ 2 ചോദ്യത്തിനുള്ള മറുപടി നൽകുന്ന നേതാവാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അടുക്കള വഴി ഇറങ്ങി ഓടി ബീഹാറിലേക്കെല്ലാം പോയി രക്ഷപ്പെടുകയാണ്. ആ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. അവർക്ക് മറുപടിയില്ല. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള എല്ലാ നേതാക്കളും, വനിതാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾക്കാണ് വില വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പവർ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജനങ്ങൾ മറ്റൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. പല നേതാക്കളുടെയും പല വിവരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട്. അത് വച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന ഭയം കൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ രാജിയിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒഴിവാക്കുമ്പോൾ, ഒരു നേതാവിനെ ഒഴിവാക്കുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോകുന്നത് മുഖ്യമന്ത്രി കസേരയാണ്. അത് എന്തുകൊണ്ട് ഈ നേതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നറിയുന്നില്ല. ഹൈക്കമാൻഡ് അടക്കമുള്ളവർ തന്നെ പലതവണ ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും അടിയന്തരമായി തന്നെ ഹൈക്കമാൻഡ് ഇതിൽ കൃത്യമായി ഇടപെടണം. അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ നാം ഹരിയാനയെ കുറിച്ച് സംസാരിക്കുക. ഹരിയാനയിൽ ഈ 2 നേതാക്കൾ തമ്മിലടിയായിരുന്നു അവിടെ അല്ലെങ്കിൽ ഉറപ്പായി ഹരിയാനയുടെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ്സുകാരനായി മാറുമായിരുന്നു. പക്ഷേ അവിടുത്തെ ഹൂഡയും അതോടൊപ്പം തന്നെ ഒരു വനിതാ നേതാവും തമ്മിലുള്ള പ്രശ്നത്തിൽ കൃത്യമായി ഇടപെടാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ ഹരിയാനയിൽ അവർക്ക് അധികാരം ലഭിച്ചില്ല. പിന്നീട് നാം നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലും ഈ പല തമ്മിലടികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സീറ്റ് ചർച്ചയുമായി ഉണ്ടായ തമ്മിലടിയാണ് അവിടെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയത്. ഈ പുറത്താക്കിയ ശേഷം രാഹുൽ ഗാന്ധി വി എസ് അച്യുതാനന്ദൻ പറയുമ്പോൾ അമൂൽ ബേബിയും പപ്പുവുമായി അവതരിച്ച് പറയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ്, EVM-ലെ ക്രമക്കേടാണ്. ഇത്തരം പ്രതിസന്ധികൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. പൊള്ളയായ ആരോപണങ്ങൾ ഇപ്പോൾ അതേ ഒരു സമാനമായതാണ്. ഇപ്പോൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സ്വാഭാവികമായി പരാജയം ഉണ്ടാകും. ഉടനെ പറയും വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഇരട്ട വോട്ടാണ്, EVM ആണ്. അയൽ സംസ്ഥാനമായി കർണാടകയിലേക്ക് പോകാം. കർണാടകയിൽ ശിവകുമാറും അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തമ്മിൽ വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അതിന്റെ ഫലമായി തമ്മിലടിയിലൂടെ അവിടെ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെടാൻ ഓരോ കാരണമുണ്ട്. അല്ലാതെ ഈ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് പരാതി കൊടുക്കാതെ ഈ ബീഹാറിലെ ചുറ്റി നടക്കുകയാണ്. എന്തിനാണോ എന്നറിയില്ല. അങ്ങനെ ചുറ്റി നടന്നിട്ട് ഒരു ഗുണവുമില്ല. പക്ഷെ അതെ, കൃത്യമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുക. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുറന്നു പറയാനുള്ള ശ്രമം നടത്തുക. എല്ലാ നേതാക്കളെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. എന്തായാലും സന്ദീപ് വാര്യർ വലിയ പ്രതിസന്ധിയാണ് DCC, അവിടുത്തെ തൃശ്ശൂർ DCCക്ക് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തൃശ്ശൂർ സീറ്റാണ്. അത് നൽകാൻ എന്തായാലും ഉറപ്പായി തന്നെ കോൺഗ്രസ് തയ്യാറാകില്ല.